يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോടാണ് പറയുന്നത്, മുസ്ലിമിനോടല്ല, മുഅ്മിനീങ്ങളോടല്ല, മറിച്ച് മനുഷ്യനോടാണ് ഖുർആൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ ഗ്രന്ഥമാണെന്ന് പറയുന്നത്. ആ ലോകത്തിന്റെ ഗ്രന്ഥത്തിനോട് വൈരാഗ്യ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വലിയ നിഗൂഢമായ സംഘം പൈശാചിക കേന്ദ്ര ബിന്ദുക്കൾ, അവരാണെന്ന് ലോകം ഭരിക്കുന്നത്. നാം പറഞ്ഞേക്കാം അമേരിക്കൻ പട്ടാളക്കാരും പോലീസുകാരുമാണെന്ന്. ഇല്ല, അമേരിക്കക്കാരനല്ല, ജൂതനല്ല, നസ്രാനിയല്ല, മറിച്ച് ഏത് പേര് നിശ്ചയിച്ചാലും അതൊന്നുമല്ല. ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് പൈശാചിക പേരുടകളുടെ കൂട്ടുബന്ധങ്ങളാണ്. ആ കൂട്ടുബന്ധങ്ങളുടെ പശ്ചാത്തലം നാം അറിയാതെ നമ്മുടെ വീടുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നതിന്റെ പേരാണ് ലഹരിയിലൂടെ നാം ചെന്നെത്തുന്ന അപകടകരമായ അവസ്ഥ. അതുകൊണ്ട് പ്രിയ ഉമ്മമാരോട്, പ്രിയ സ്നേഹിതന്മാരോട്, പ്രിയ കൂട്ടുകാരോട്, അൽബുസ്താൻ സംഘത്തിന്റെ പ്രിയ അനുജന്മാരോട്, അതിന് നേതൃത്വം നൽകുന്ന, അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ഉസ്താദന്മാരോട് സമുന്നതമായ സമകാലികമായ ഒരു വിഷയമായി ഇതിനെ മനസ്സിലാക്കുകയും ആരാണോ അതിന്റെ വക്താക്കൾ അവരോട് സ്നേഹത്തിലും ഭാഷയിലും സന്തോഷത്തിലും സുമനസ്സോടുകൂടിയും സമുന്നതമായ സൽസ്വഭാവത്തിന്റെ ഉടമകളായിക്കൊണ്ട് തന്നെ അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാനും അവരെ അതിൽ നിന്നും മാറ്റിയെടുക്കുവാനും അവർക്ക് അതിനുള്ള പ്രചോദനവും പ്രോത്സാഹനവും നൽകുവാനുമുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമേ എന്നാണ്. وفاك پیکر علماء دیوبند